കുട്ടമ്പുഴ പഞ്ചായത്തിലെ കല്ലേലിമേട് പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 31 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുതിയ പാലം നിർമ്മിച്ചത്. പാലത്തിന്റെ ഉദ്ഘാടനം കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ നിർവഹിച്ചു. കല്ലേലിമേട് പ്രദേശത്തേക്കും കുഞ്ചിപ്പാറ, തലവച്ചപ്പാറ, വാര്യം, തേര, മാണിക്കുടി എന്നീ ആദിവാസി നഗറിലേക്കുള്ള ഏക യാത്രാമാർഗമായിരുന്ന പാലമാണ് മഴക്കെടുതിയിൽ തകർന്നത്. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 31 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഗതാഗതത്തിനായി തുറന്നു നൽകിയ പാലത്തിന്റെ ഉദ്ഘാടനം എംഎൽഎ ആന്റണി ജോൺ നിർവഹിച്ചു. ഇപ്പോഴും നോക്കും ആ വേളയിലൊക്കെ ഇവിടെ കടന്നു വരുമ്പോൾ വലിയൊരു ഭീകര അന്തരീക്ഷമാണ് ഈ പ്രദേശത്താകെ. അപ്പൊ ജനങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഘട്ടത്തിലാണ് അടിയന്തരമായി ഇതിന് ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര രൂപയാണെങ്കിലും അത് അനുവദിക്കാമെന്നുള്ള ഉറപ്പ് ആ ഘട്ടത്തിൽ ഞാൻ കൊടുക്കുകയുണ്ടായി. ഇവരെല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് തന്നെ അതിന്റെ മറ്റ് സാങ്കേതിക നടപടികളൊക്കെ തുടർച്ചയിൽ നമ്മൾ പൂർത്തീകരിച്ച് നടപടികളടക്കം പൂർത്തീകരിച്ചതിന് ശേഷമാണ് വളരെ മനോഹരമായി ഈ പാലത്തിന്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 31 ലക്ഷം രൂപയാണ് എംഎൽഎ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഈ ഒരു പാലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷനായി. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ഗോപി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗോപി ഭദ്രൻ, ബിനേഷ് നാരായണൻ, ഡെയ്സി ജോയ്, മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ ഇ.കെ. ശിവൻ, കുട്ടമ്പുഴ SCB പ്രസിഡന്റ് കെ ശിവൻ, CPM കുട്ടമ്പുഴ ലോക്കൽ സെക്രട്ടറി KT പൊന്നച്ചൻ, ബി രതീഷ്, KP മീരാൻ, MR നടരാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കുറഞ്ഞ പലിശ, കൂടുതൽ പണം, 30 വർഷത്തെ പാരമ്പര്യം, ഹൃദ്യമായ സേവനം, ഞൊടിയിടയിൽ പണം. സൗത്ത് ഇന്ത്യയിലെ 100% വിശ്വസിക്കാവുന്ന സ്ഥാപനം CFL ക്യാപിറ്റൽ ഫിൻസർവ് ലിമിറ്റഡ്. മാറുന്ന ജീവിതം, മാറാത്ത വിശ്വാസം.